إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فيا إخواني والأخوات في الله أوصيكم إياي أولا بتقوى الله. റഹ്മാനായ റബ്ബിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, രാജാധിനാഥനായ റഹ്മാനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിരോധങ്ങളും പഠിച്ചു മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തിൽ സുഖാനുഭൂതിയുടെ ലോകമായ സ്വർഗം നൽകി നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശുദ്ധി എന്നത്. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തിശുദ്ധിക്കും പരിസരശുദ്ധിക്കും സമൂഹത്തിൻ്റെ ശുദ്ധീകരണത്തിനു വേണ്ടിയൊക്കെ പ്രത്യേകമായ ശ്രദ്ധ വയ്ക്കുന്നവരാണ് വിശ്വാസികൾ. ശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യം ബോധിപ്പിക്കുന്ന അനേകം തെളിവുകൾ ഒന്നാം പ്രമാണമായ വിശുദ്ധ ഖുർആനിലും അതിൻ്റെ വിശദീകരണമായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും. ഹൃദയവും ശരീരവും സർവ്വമാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കാനും ഏറ്റവും ഉത്തമവും പരിശുദ്ധവുമായത് സ്വീകരിക്കാനും സഹായിക്കുന്ന ദീനിൻ്റെ നിർദ്ദേശങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ശുദ്ധീകരണം എന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധ വെക്കേണ്ട ഒരു മേഖലയാണ് എന്ന് തുടക്കത്തിലെ തന്നെ ഓരോരുത്തരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രധാനമായും ശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയിച്ചു തരുന്ന 3 വിഷയങ്ങളിലുണ്ട്. അതിലൊന്നാമത്തെ വിഷയം ഇസ്ലാം ശുദ്ധീകരണത്തിന് നൽകിയ ഗൗരവവും പരിഗണനയുമാണ്. വളരെയധികം
ഗൗരവവും പരിഗണനയും ശുദ്ധീകരണത്തിന് ഇസ്ലാം നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ബോധ്യപ്പെടുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം നമുക്കറിയാം. സൂറത്ത് അലക്കാണ് ആദ്യമായി അവതരിച്ചത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യ വചനങ്ങൾ ഇറങ്ങുകയാണ്. പിന്നീട് കുറേ കാലം തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ഇറങ്ങാതിരിക്കുകയും വല്ലാത്ത ഒരു പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയ പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പം വീട്ടിൽ പുതച്ച് മൂടി ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഭയപ്പാടോടുകൂടിയും വല്ലാത്ത പ്രയാസത്തിനും കഴിയുന്ന സമയത്ത് പിന്നീട് അവതരിക്കുന്നത് 74-ാമത്തെ അധ്യായമാണ്, സൂറത്ത് മുദ്ദസ്സിർ. ആ ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഹേ പുതച്ചു മൂടിയവനെ. പുതച്ചു മൂടിയവനെ എന്ന് വിളിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുന്നു, ഖും, നീ എഴുന്നേൽക്കണം, പുതച്ചു മൂടി കിടക്കാതെ നീ എഴുന്നേൽക്കണം. ഫഅൻദിർ, എന്നിട്ട് നീ എന്തു ചെയ്യണം? താക്കീത് ചെയ്യണം, ഇൻദാർ നടത്തണം. തബ്ശീറത്തും ഇൻദാറുമാണ് ദഅവത്തിൻ്റെ കാതലായ രണ്ട് കാര്യങ്ങൾ. ഒരു ദായി, ഒരു പ്രവാചകൻ, ഒരു റസൂല് നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇൻദാറും, രണ്ട് തബ്ശീറും. ഇൻദാർ എന്ന് പറഞ്ഞാൽ താക്കീത് ചെയ്യൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ മരണാനന്തര ജീവിതത്തിൽ കത്തിയാളുന്ന നരകം ലഭിക്കുമെന്നും ആ നരകം സങ്കടത്തിനും വിലാപത്തിനും കാരണമായി തീരുമെന്ന് മനുഷ്യർക്ക് അറിയിച്ചു കൊടുക്കുന്ന വലിയൊരു പ്രവർത്തനം, അതാണ് ഇൻദാർ, താക്കീത് ചെയ്യൽ. തബ്ശീറ എന്ന് പറയുമ്പോൾ അങ്ങനെ താക്കീത് ചെയ്യുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭൂരിഭാഗവും തയ്യാറാക്കി വെച്ചിട്ടുള്ള സുഖാനുഭൂതിയുടെ ലോകമായ സ്വർഗം കിട്ടുമെന്നും അവിടെയാണ് സത്യവിശ്വാസികൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ വിശ്രമിക്കാൻ കഴിയുന്ന നല്ല ശാശ്വതമായ ഒരു ഭവനമെന്നുമുള്ള സന്തോഷ വാർത്ത ഈ താക്കീതുകളോടൊപ്പം അറിയിച്ചു കൊടുക്കണം. അതാണ് ദഅവത്ത്. ഇവിടെ അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുന്ന, ഖും, എഴുന്നേൽക്കുക, ഫഅൻദിർ, അവരോട് താക്കീത് ചെയ്യുക. ആ മക്കയിലെ മുശ്രിക്കുകൾ അവർ ബഹുദൈവ വിശ്വാസത്തിലാണ്. റഹ്മാനായ റബ്ബിൽ നിന്ന് അകന്നുകൊണ്ട് അവർ പടപ്പുകളുടെ പിന്നാലെ പോയിരിക്കുകയാണ്. അവരുടെ സങ്കടങ്ങളും അവരുടെ യാതനകളും അവരുടെ പ്രയാസങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും അവർ ഇറക്കി വെക്കുന്നത് അള്ളാഹു പടച്ചുണ്ടാക്കിയ പടപ്പുകളിലാണ്. ആ പടപ്പുകളിൽ വിശ്വാസം അർപ്പിച്ച, ആ പടപ്പുകളിൽ ഭരമേൽപ്പിച്ച അവരെ അള്ളാഹുവിലേക്ക് വിളിക്കണം, അങ്ങനെ താക്കീത് ചെയ്യണമെന്ന ഗൗരവപ്പെട്ട കാര്യം പറയുന്നു. തുടർന്ന് പറയുന്നത് വറബ്ബക ഫകബ്ബിർ, എന്നിട്ട് നീ നിന്റെ റബ്ബിനെ പ്രകീർത്തിക്കണം. അള്ളാഹു അല്ലാത്തവരെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം നിന്റെ ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ നിന്റെ റബ്ബിനെയാണ് മഹത്വപ്പെടുത്തേണ്ടത്. ആ റബ്ബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവരോടും പറയണം, നിങ്ങളും പടച്ച റബ്ബിനെ മഹത്വപ്പെടുത്തണമെന്ന്. എന്നിട്ട് പറയുന്ന ഗൗരവകരമായ കാര്യമാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. ഇത്രയും ഗൗരവമായ തൗഹീദും ശിർക്കും പറയുന്ന ആ സന്ദർഭത്തിൽ പറയുകയാണ്, വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രങ്ങളെ നീ ശുദ്ധിയാക്കുക, നിന്റെ വസ്ത്രങ്ങളെ നീ ശുദ്ധിയാക്കുക. മനുഷ്യൻ്റെ ഇഹപര വിജയത്തിനാവശ്യമായ നിദാനമായ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഗൗരവപ്പെട്ട തൗഹീദും ദഅവത്തും പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂലിനോട് രണ്ടാമതായി പറയുന്നത്, രണ്ടാമതായി ഇറങ്ങി അവതരിച്ച വചനങ്ങളിലൂടെ പറയുന്നത്, നിന്റെ വസ്ത്രങ്ങളെ നീ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. നോക്കൂ, വ്യക്തിവിശുദ്ധി. വസ്ത്രങ്ങൾ, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഗൗരവമാണ് അവിടെ പറയുന്നത്. നോക്കൂ, ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള ഹദീസാണ്. അത്തുഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധീകരണം ഈമാനിൻ്റെ പകുതിയാണ്. ശത്രു എന്ന് പറഞ്ഞാൽ യാനി നിസ്ഫ്, ശത്രു എന്ന് പറഞ്ഞാൽ പകുതി എന്നാണ്.
ഈമാനിൻ്റെ പകുതിയാണ്. സ്വർഗപ്രവേശനത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിശ്വാസത്തോട് ചേർത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്, മനുഷ്യരെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അത് ഈമാനിൻ്റെ പകുതിയാണ്. അത്രത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുഹദ്ദിസീങ്ങൾ പറയുന്നു, ഇബ്നു റജബ് റഹ്മഹുല്ല പറയുകയാണ്, ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട ശുദ്ധീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വെള്ളം കൊണ്ട് അശുദ്ധി നീക്കം ചെയ്യലാണ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പ്രസ്തുത അഭിപ്രായത്തോടാണ് യോജിച്ചത് എന്ന് ജാമിഉൽ ഉലൂം എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു റജബ് റഹ്മഹുല്ല പറയുകയാണ്. അപ്പോൾ വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു ശുദ്ധി സ്വീകരിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എന്തിന് ശുദ്ധി സ്വീകരിക്കണം എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ പോയിന്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശുദ്ധി സ്വീകരിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. സൂറ ബഖറയുടെ 222 ആയത്തിൽ റഹ്മാനായ റബ്ബ് പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന 2 വിഭാഗം ആളുകൾ. ആ 2 വിഭാഗത്തിലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഉൾപ്പെടണം. ഒന്നാമത്തെ ആരാ? അത്തവ്വാബീൻ, പശ്ചാത്തപിക്കുന്നവരാണ്. അതെന്താ? ആത്മീയമായുണ്ടായ കളങ്കം, വൃത്തികേടുകൾ, ഹൃദയത്തിലുണ്ടായ പ്രശ്നങ്ങൾ, അതെല്ലാം പശ്ചാത്തപിച്ചുകൊണ്ട് റബ്ബിനോട് ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മനസ്സിനെ, ഹൃദയത്തെ കഴുകി വൃത്തിയാക്കുന്ന ആത്മീയമായിട്ടുള്ള ഒരുതരം ശുദ്ധീകരണമാണ് ആ പശ്ചാത്താപം, തൗബ എന്നത്. ആ തൗബയുടെ മാസം എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. റമദാനിന് വേണ്ടി കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ പശ്ചാത്തപിച്ചുകൊണ്ട് പാപങ്ങൾ കഴുകിക്കളയാനുള്ള തയ്യാറെടുപ്പിലാകണം. കാരണം റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് ഉറപ്പില്ല. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പശ്ചാത്താപം, തൗബ പിന്നേക്ക് മാറ്റിവെക്കേണ്ടതല്ല. അതോരോ ഘട്ടത്തിലും അവൻ നിർവഹിക്കേണ്ടതാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്ന അടിമകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗം. രണ്ടാമതായി പറഞ്ഞു വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ, ശുചിത്വം പാലിക്കുന്നവരെയും വൃത്തി കാത്തു സൂക്ഷിക്കുന്നവരെയും ശുദ്ധീകരണം നടത്തുന്നവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ശുദ്ധിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത, വൃത്തിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത, ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അതിൻ്റെ വിപരീതം. അതുകൊണ്ട് തന്നെ ഗൗരവകരമായി തന്നെ നമ്മൾ ആ വിഷയത്തെ കാണണമെന്നാണ് മൂന്നാമത്തെ പോയിന്റ്. അള്ളാഹു ശുദ്ധി സ്വീകരിക്കുന്നവരെ പുകഴ്ത്തിയിരിക്കുന്നു. ശുദ്ധി സ്വീകരിക്കുന്ന ആളുകളെ, ശുചിത്വമുള്ള ആളുകളെ അള്ളാഹു പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. സൂറത്ത് തൗബയുടെ 108 ആയത്തിൽ കാണാം, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതതഹ്ഹറൂ വല്ലാഹു യുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. ആദ്യ ദിവസം തന്നെ ഭക്തിയിന്മേൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പള്ളിയാണ് നീ നിന്ന് നമസ്കരിക്കുവാൻ ഏറ്റവും അർഹതയുള്ളത്. ഒരു പള്ളിയെക്കുറിച്ച് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നിറങ്ങിയതും ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖുബ. എന്നാൽ അതിന് സമീപത്തായി വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനും ഇസ്ലാമിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്താനും പ്ലാൻ ചെയ്യാനും വിശ്വാസികളെ വസ്വാസിലാക്കാനും വേണ്ടി മുനാഫിക്കുകൾ ഒരു പള്ളി നിർമ്മിക്കുകയാണ്. മസ്ജിദുൽ ദിറാർ എന്നാണ് അതിൻ്റെ പേരറിയപ്പെടുന്നത്. എന്നിട്ട് അതിൻ്റെ ഇഫ്തിതാഹിന്, അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന് ഇബാദത്ത്, നമസ്കാരം നിർവഹിക്കുന്നതോടുകൂടി വിശ്വാസികൾ ആ പള്ളിയിലേക്ക് വരാനും അങ്ങനെ വരുന്ന വിശ്വാസികളെ ളലാലത്തിലാക്കാനും ഫിത്നയുണ്ടാക്കാനും വേണ്ടിയുള്ള ഗൂഢാലോചന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു യാത്രയാണ്, അത് കഴിഞ്ഞു വന്നതിന് ശേഷം ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. എന്നാൽ ആ യാത്രയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് നിന്നും വഹി ഇറക്കി കൊടുക്കുകയാണ്. ആ ആയത്താണിത്, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ. മുഹമ്മദേ, തഖ്വയിൽ അധിഷ്ഠിതമായി ഭക്തിയിന്മേൽ നീ മദീനയിൽ വന്ന് നിർമ്മിച്ച പള്ളിയുണ്ടല്ലോ, മസ്ജിദുൽ ഖുബ, അവിടെ നിന്ന് നീ നമസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണ്? ഫീഹി റിജാലുൻ യുഹിബ്ബൂന അയ്യതതഹ്ഹറു. നിന്റെ ആ മസ്ജിദുൽ ഖുബയിൽ, നിന്റെ ആ പള്ളിയിൽ ശുദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന,
ശുദ്ധി കൈവരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ വന്ന്, വിശ്വാസികൾ വന്ന് ഇബാദത്ത് ചെയ്യുന്ന പള്ളിയാണ് ആ പള്ളി. അതുകൊണ്ട് അവിടെ പോയാണ് നീ നമസ്കരിക്കേണ്ടത്. വല്ലാഹു യുഹിബ്ബുൽ മുത്തത്വഹീരീൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മുത്തത്വഹീരീങ്ങളായിട്ടുള്ള ശുദ്ധി സ്വീകരിക്കുന്ന ആളുകളെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അറിയിപ്പ് കൊടുക്കുകയാണ്. പിന്നീട് അത് പൊളിച്ചു മാറ്റാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുകയാണ്. അതാണ് ആ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ട ശുദ്ധിയെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ആന്തരികമായ ശുദ്ധി, അത്വഹാറത്തു ബാത്തിന, ആന്തരികമായി ഉണ്ടാകേണ്ട ശുദ്ധിയാണ്. അത് നമുക്കുണ്ടാകണം. ബാഹ്യം പോലെ നല്ല ഡ്രസ്സ് ധരിച്ച് വീടൊക്കെ വൃത്തിയാക്കി ജോലി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നല്ല ക്ലീനാക്കി ഇട്ടിട്ട് ആന്തരികമായ ഒരു ശുദ്ധി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ആന്തരികമായ ശുദ്ധി ഉണ്ടാകണം. അതെന്താ? അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും അതിലൂടെ തൻ്റെ വ്യക്തി ജീവിതം പരിശുദ്ധമാക്കുകയും ചെയ്യുക എന്നതാണ് ആന്തരികമായ ശുദ്ധി. അപ്പം അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കണം. നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ ശരീരമൊക്കെ ശുദ്ധിയായിരിക്കുന്നതോടൊപ്പം തന്നെ ഹൃദയവും ശുദ്ധിയായിരിക്കണം. ഇസ്ലാമിലെ ഏറ്റവും ഗുരുതരമായ തിന്മ ശിർക്കാണ്. അള്ളാഹുവിനോട് അവൻ്റെ സൃഷ്ടികളെ പങ്കുകാരാക്കുക എന്ന ഈ തിന്മയിൽ നിന്ന് ശുദ്ധിയാക്കാത്ത ഹൃദയത്തിൽ നിന്ന് അള്ളാഹു ഒരു നന്മയും സ്വീകരിക്കുകയില്ല. അപ്പം ഏറ്റവും വലിയ വൃത്തികേട്, ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. ആ തിന്മയെ ഒഴിവാക്കാത്ത, ആ തിന്മയെ മാറ്റാത്ത, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുക്കുന്ന ആളുകൾ എന്ത് നന്മ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം എന്താ? ആന്തരികമായ വിശുദ്ധി ഇല്ലാത്തവരായിട്ടാണ് അള്ളാഹു അവരെ പരിഗണിക്കുന്നത്. അള്ളാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇന്നമൽ മുശ്രികൂന നജസുൻ, നിശ്ചയമായും ബഹുദൈവ ആരാധകർ, മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ അവർ നജസാണ്, അവർ അശുദ്ധർ തന്നെയാകുന്നു. അപ്പോൾ ബഹുദൈവ വിശ്വാസം, അപ്പോൾ വിശ്വാസപരമായി അവർക്ക് മ്ലേച്ഛതകളുണ്ട്, അവർക്ക് നജസുണ്ട് വിശ്വാസപരമായി. എന്ന് പറയുമ്പോൾ ഒരു ബഹുദൈവ വിശ്വാസി പോയി തൊട്ടാൽ ആ നജസിൻ്റെ ശരീരത്തായി പോയി കുളിക്കണം എന്നുള്ളൊരു മാനയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിഷയങ്ങളെ അതിൻ്റേതായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ മുഅ്മിന ലാ യൻജുസു, തീർച്ചയായും വിശ്വാസി അവൻ മലിനമാവുകയില്ല. മുവഹിദ്, തൗഹീദുള്ളവൻ, ഏകദൈവ ആരാധനയിൽ മുഴുകി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും മലിനമാവുകയില്ല എന്നുള്ളതാണ് ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവിധ ഹറാമുകളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് പിഴച്ച വിശ്വാസത്തിൽ നിന്ന് ശരിയായ വിശ്വാസം കൊണ്ടുവന്നുകൊണ്ട് ആന്തരികമായ ആ വിശുദ്ധിയും നമ്മൾ കൈവരിക്കേണ്ടതുണ്ട്. രണ്ടാമതായി ബാഹ്യമായ ശുദ്ധിയാണ്. അത്വഹാറത്തു ഹിസ്സിയ്യ എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതെന്ന് പറയുമ്പോൾ കർമ്മശാസ്ത്ര അധ്യായങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ശുദ്ധിയാണ് ഈ ബാഹ്യമായ ശുദ്ധി. ഉദു എടുക്കുന്നതും കുളിക്കുന്നതും തൈമം ചെയ്യുന്നതുമെല്ലാം ഈ ബാഹ്യമായ ശുദ്ധിയിൽ വരും. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധമാകാൻ വേണ്ടി കുളിയും, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധമാവാൻ വേണ്ടി ഉദുവുമാണ്. അവിടെ വെള്ളം ലഭിക്കാത്ത സമയങ്ങളിൽ സത്യവിശ്വാസികൾക്ക് ലഭിച്ച ഇളവാണ് തൈമം ചെയ്യുക എന്നുള്ളത്. ഇത് ഈ രണ്ടാമത് പറഞ്ഞ ബാഹ്യമായ ശുദ്ധിയിൽ വരുന്നത്. ആ ബാഹ്യമായ ശുദ്ധി നമുക്കുണ്ടാകണം പ്രിയമുള്ള സഹോദരന്മാരെ. നമ്മുടെ വീട് മാത്രമല്ല, പലപ്പോഴും കൂടുതൽ ആളുകളും വീട്ടിൻ്റെ കാര്യങ്ങൾ ശുദ്ധീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ചില ആളുകൾ റമദാൻ വരുമ്പോൾ മാത്രമേ വീടൊക്കെ ക്ലീൻ ചെയ്യൂ, അല്ലാത്തപ്പോൾ ഏതെങ്കിലും രൂപത്തിലാണ്. നമ്മൾ താമസിക്കുന്ന, നമ്മൾ പലതരത്തിലുള്ള ഇബാദത്തുകൾ ചെയ്യുന്ന സ്ഥലമാണ് വീട്. ആ വീടും പരിസരവും നമ്മൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നാം ജീവിക്കുന്ന നാടും അവിടെയും ശുചീകരണം നടക്കണം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വിശ്വാസികളായ നാം മുൻപന്തിയിൽ നിൽക്കണം. അതിനേക്കാൾ ഏറ്റവും ഗൗരവകരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5 നേരത്തെ നിർബന്ധ ഇബാദത്തുകൾക്കും മറ്റ് കാര്യങ്ങൾക്കുമായി നമ്മൾ എത്തുന്ന, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പള്ളിയും പരിസരവും അത് ശുദ്ധിയായിരിക്കണം. കാരണം ഗൗരവപ്പെട്ട കാര്യമാണ്. ഹദീസിൽ കാണാം, എന്താ പള്ളികൾ, വിശ്വാസികൾ പള്ളികളെ കാണേണ്ടത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ,
ഒരു നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ നാടിലെ പള്ളികളാണ്. ഒരു നാട്, അവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. നയനമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരുപാട് മലകൾ, അരുവികൾ, പുഴകൾ, പുൽമേടുകൾ, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ റഹ്മാനായ റബ്ബിനൊരു നാട്ടിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആ നാട്ടിലെ പള്ളികളാണ്. നാഥനായ റബ്ബ് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് പള്ളി. എന്നിട്ട് ഹദീസിന്റെ ബാക്കി കാണാം, വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. ഒരു നാട്ടിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും വെറുപ്പുള്ളത് ആ നാട്ടിലെ അങ്ങാടികളാണ്. എന്താ ആധുനിക സമൂഹം? ഏറ്റവും ഇഷ്ടമുള്ള പള്ളികളിൽ നിന്ന് അകന്ന് ഏറ്റവും വെറുപ്പുള്ള അങ്ങാടികളിൽ രാവും പകലും സമയം ചെലവഴിക്കുന്നു. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ഈ ഹദീസിൻ്റെ ആശയവും ഇന്നത്തെ ജനങ്ങളുടെ അവസ്ഥയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് നമ്മുടെ പള്ളികൾ ഏറ്റവും വൃത്തിയായി പള്ളിയും പരിസരവും നമ്മൾ സൂക്ഷിക്കണം. അത് ഏതെങ്കിലും അവിടുത്തെ ജോലിക്ക് വേണ്ടി നിർത്തിയിരിക്കുന്ന ആളുകളുടെ ബാധ്യത മാത്രമല്ല, അവരമാനത്തിൻ്റെ നിർവഹണത്തിൻ്റെ ഭാഗമായി അത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളും അതൊരു റമദാൻ വരുമ്പോഴല്ല, എല്ലാ സമയത്തും നമ്മുടെ പള്ളി അകവും പുറവും പള്ളിയുടെ പരിസരങ്ങളും വൃത്തിയായി കിടക്കണം. നോക്കൂ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരു കറുത്ത സ്ത്രീയെ കാണാതായി. കുറേ കാലമായപ്പോൾ കാണാതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, അവരെവിടെയാണ്? അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അവർ മരണപ്പെട്ടു പോയി, അവർ മരിച്ചുപോയി എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല ദല്ലൂനി അലാ ഖബ്രിഹി, നിങ്ങൾ അവരെ ഖബർ എനിക്കൊന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. ഫദല്ലൂഹു ഫസല്ല അലൈഹ. അങ്ങനെ സ്വഹാബത്ത് ആ ഖബർ കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിങ്കിൽ പോയി അവർക്ക് വേണ്ടി നമസ്കരിച്ചു. സുമ്മ ഖാല, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നു, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ. സ്വഹാബത്തെ, നിശ്ചയമായും ഈ കാണുന്ന ഖബറുകളുണ്ടല്ലോ, ആ ഖബറുകൾ മംലൂഅത്തുൻ ദുൽമതൻ അലാ അഹ്ലിഹാ. ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ അന്ധകാരത്തിലാണ് ആ ഖബറിൽ കഴിച്ചു കൂട്ടുന്നത്. വ ഇന്നല്ലാഹ തആല യുനവ്വിറുഹാ ലഹും ബിസ്വലാത്തി അലൈഹിം. എൻ്റെ ഈ നമസ്കാരത്തോടുകൂടി ആ ഖബറിൽ പ്രകാശമുണ്ടായി എന്ന് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഹദീസ് വിശദീകരിക്കുന്ന വേളയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ പള്ളി വൃത്തിയാക്കുന്നവർക്കുണ്ടാകുന്ന ശ്രേഷ്ഠതയാണ് ഈ ഹദീസ് വ്യക്തമാക്കി തരുന്നത്. അള്ളാഹുവിൻ്റെ പള്ളി വൃത്തിയാക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയാണ് ഈ ഹദീസ് പഠിപ്പിച്ചത്. കാരണം എന്താ മരിച്ചിട്ട് ആ മരിച്ച സ്ത്രീയുടെ ഖബറിൽ പോയി നമസ്കരിച്ചു, കാട്ടിത്തരാൻ പറഞ്ഞു, അവർക്ക് വേണ്ടി നമസ്കരിച്ചു. അന്ധകാരമുള്ള അവരുടെ ഖബറുകൾ പ്രകാശപൂരിതമാകാൻ വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. മറ്റൊരു ഹദീസ്, ഇത് രണ്ടും നമുക്കറിയാവുന്നതാണ്. മറ്റൊരു സംഭവം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വന്ന് അറാബിയായ ഒരു മനുഷ്യൻ മൂത്രമൊഴിച്ചു. സ്വഹാബത്ത് തടയാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബത്തെ തടയരുത്, അദ്ദേഹം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിർവഹിക്കട്ടെ. അങ്ങനെ മൂത്രമൊഴിച്ച് കഴിഞ്ഞപ്പോൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അവിടെ ഒഴിച്ചു. പ്രശ്നപരിഹാരമായി. കാരണം എന്താ, നജസ് പാടില്ല, അവിടെ ശുദ്ധിയാകണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് ഗൗരവമായി എടുക്കേണ്ടത്. ഇന്ന ഹാദിഹിൽ മസാജിദ ലാ തസ്ലുഹു ലിശൈഇൻ മിൻ ഹാദൽ ബൗലി വലൽ ഖദർ. തീർച്ചയായും ഇത്തരത്തിലുള്ള പള്ളികളുണ്ടല്ലോ, അത് മൂത്രമൊഴിക്കാനും വൃത്തികേടാക്കാനുമുള്ള ഇടങ്ങളല്ല. മറിച്ചെന്താ, ആ പള്ളികൾ എന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്? അള്ളാഹുവിനെ ദിക്റെടുക്കാൻ വേണ്ടി, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. ഇന്നമാ ഹിയ ലിദിക്രില്ലാഹി അസ്സ വജല്ല വസ്സലാത്തു വഖിറാഅത്തിൽ ഖുർആൻ. നമസ്കാരത്തിനും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിനും വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് പള്ളികൾ. അവിടെ മൂത്രമൊഴിക്കാനും വൃത്തികേടുകൾ കൊണ്ടിടാനുമുള്ള സ്ഥലമല്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നമ്മുടെ പള്ളിയും പരിസരങ്ങളും, പള്ളിയുടെ അകം മാത്രമല്ല, അതൊരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും ഈ ഉള്ളവന് ബോധ്യം എന്ന കാര്യങ്ങളാണ്. നമ്മുടെ പള്ളിയുടെ പരിസരം
നമ്മൾ വൃത്തിയാക്കണം. നമ്മളൊരു ആവശ്യത്തിനെടുത്തൊരു അതിൻ്റെ ഒരു അവശിഷ്ടം അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് തന്നെ വീടുകളിൽ പോയി ഇവിടെയുമായി ബന്ധപ്പെട്ട പഠനത്തിനും നമസ്കാരത്തിനും വരുന്ന നമ്മളെ മക്കളോട് ഈ ഗൗരവം, ഇന്ന് അവർ സ്കൂളിൽ പോയിട്ടുണ്ട് എങ്കിൽ ഈ ഖുതുബ കേട്ടിട്ടില്ലെങ്കിൽ പറയണം, മക്കളെ ഖുതുബയിലൂടെ കേട്ട കാര്യം ഇതാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. അള്ളാഹുവിനെ ഓർക്കാനും വിശുദ്ധ ഖുർആന്റെ പാരായണത്തിനും ഇബാദത്തിനും വേണ്ടിയുള്ള സ്ഥലമാണ്. അവിടെ വൃത്തിയാക്കുന്നത് വലിയ പുണ്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മദ്രസയിൽ വരുമ്പോൾ ബിസ്ക്കറ്റിൻ്റെ കവറുകൾ, ലേസിൻ്റെ കവറുകളൊന്നും നിങ്ങൾ അവിടെ മുറ്റത്തോ സൈഡിലോ പള്ളിയിലോ വലിച്ചെറിയരുത്. അല്ലാതെ വരുമ്പോഴും അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ പള്ളിയും പരിസരവുമാക്കി മാറ്റണം. അതൊരു സീസണിലല്ല, എപ്പോഴും ഉണ്ടാകണം. അതൊരു വ്യക്തിയെ ഏൽപ്പിച്ച് മാറിയിരിക്കലല്ല, അത് വലിയ പുണ്യകരമായ പ്രവർത്തനമായി കണ്ടുകൊണ്ട് നമ്മളെല്ലാം കൂടെ ഏറ്റെടുത്തുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇങ്ങനെ നമ്മുടെ വീടും പരിസരവും ശരീരവും ആത്മീയമായ വിശുദ്ധിയും എല്ലാം കൈവരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രകാരം ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ശാശ്വതമായ വിജയമുണ്ടാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പരിശുദ്ധമായ റമളാന് മുന്നോടിയായിട്ടുള്ള മാസമായ ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠതകളും മറ്റു കാര്യങ്ങളും ചുരുങ്ങിയ രൂപത്തിൽ കഴിഞ്ഞ ഖുത്ബയിലൂടെ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഒട്ടേറെ അനാചാരങ്ങൾ ഈ മാസവുമായി ബന്ധപ്പെട്ട് ബിദ്അത്തിന്റെ കക്ഷികൾ നടത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ശഅബാൻ 15 ദിവസം അതിൻ്റെ രാവ് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ബറാഅത്ത് രാവ് എന്ന പേരിൽ പ്രത്യേകമായി ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. ഇസ്ലാം പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പരിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നോമ്പെടുത്ത മാസമാണ്. എല്ലാ നിലയിലും പശ്ചാത്താപം അധികരിക്കേണ്ട ആണ്. ഈ ഒരു സമയത്ത് ആരോടുമുള്ള വിദ്വേഷം മനസ്സിൽ വയ്ക്കാൻ പാടില്ല. അവന് പിന്നെ റമദാനിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അവൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുകയില്ല, അവന് പുറത്തു കൊടുക്കുകയില്ല. അപ്പോൾ എല്ലാ നിലയിലും ആത്മീയമായ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട മാസമാണ്. പക്ഷെ എന്തിനാ ഇല്ലാത്ത കാര്യങ്ങൾ? വിശുദ്ധ ഖുർആനിലെ തന്നെ ഒരു ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുകയാണ്. സൂറത്ത് ദുഖാനിലെ ആയത്തിനെയാണ് അവർ ദുർവ്യാഖ്യാനിക്കുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. അല്ലാഹു തആല പറയുന്നു, തീർച്ചയായും നാം ഇതിനെ ഇറക്കിയത് അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് എന്നൊരു പ്രയോഗമുണ്ട്. അത് ഏതിലാക്കി മാറ്റും? ഈ മാസം 15 ആക്കി മാറ്റിയിരിക്കുകയാണ്. ആ റമദാനിൽ ഇങ്ങനെ ഒരുമിച്ചുള്ള ഇറക്കമാണ്. പക്ഷെ വിശുദ്ധ ഖുർആനെ അള്ളാഹു ഇറക്കിയത് ശഅബാൻ 15 എന്ന് ഇപ്പോഴും ഗ്രന്ഥങ്ങളിലൂടെയും ഓൺലൈനിൽ വന്നും പുരോഹിതന്മാർ സാധാരണക്കാർ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീടുമെല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് ബറാഅത്ത് രാവിനെ സ്വീകരിക്കാൻ വേണ്ടി മുസ്ലിം സമുദായത്തിലെ നല്ലൊരു വിഭാഗം ഇരിക്കുകയാണ്. അല്ല, നോക്കൂ, ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നു, ഇന്നഹു അൻസലഹു ഫീ ലൈലത്തിൻ മുബാറക. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ തന്നെയാണ്. വഹിയ ലൈലത്തുൽ ഖദ്ർ. അതുകൊണ്ട് ഉദ്ദേശം ലൈലത്തുൽ ഖദ്ർ ആണ്, നിർണയത്തിന്റെ രാത്രി എന്ന് സൂറത്തുൽ ഖദ്റിൽ അല്ലാഹു പറഞ്ഞ റമളാനിന്റെ അവസാനത്തെ 10 ആ രാത്രിയാണ്. കമാ ഖാല തആല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ നാം ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ് ഇതിനെ ഇറക്കിയതെന്ന് പറഞ്ഞതുപോലെ വകാന ദാലിക ഫീ ശഹ്ർ റമളാൻ. അത് സംഭവിച്ചത് 12 മാസങ്ങളിൽപ്പെട്ട റമളാൻ മാസത്തിലാണ്. കമാ ഖാല അല്ലാഹു തആല ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആനിനെ അല്ലാഹു അവതരിപ്പിച്ചത് പരിശുദ്ധമായ റമളാൻ മാസത്തിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കെ ആരാ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്?
അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം വഹി ഇറങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. ദീന് പൂർത്തിയായില്ലേ? ദീന് പൂർത്തിയായി. ഗൗരവപ്പെട്ട കാര്യമാണ്. പാമരന്മാരെ കൊണ്ട് പ്രത്യേകമായി ഈ മാസം നോമ്പെടുക്കുന്നതിൻ്റെ കുറ്റമല്ല, ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ നോമ്പെടുപ്പിക്കുകയാണ്. മഗ്‌രിബിനും ഇശാക്കും ഇടയിലുള്ള സമയങ്ങളിൽ 3 യാസീൻ ഓതിപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആചാരങ്ങൾ അവരെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം സിയാറത്ത് ചെയ്യുന്നത് പ്രത്യേക പുണ്യകരമായി പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ എല്ലാ ജാറങ്ങളിലും കൊണ്ടുപോയി അവരുടെ സങ്കടങ്ങൾ അല്ലാഹു അല്ലാത്തവരുടെ മുന്നിൽ പറയിപ്പിക്കുകയാണ്. ഗൗരവപ്പെട്ട കാര്യമാണ്. അധികമായി കുറേ ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സമയത്തിൻ്റെ പ്രശ്നം മൂലം ഞാൻ അതൊന്നും പറയുന്നില്ല. സഹോദരന്മാരെ, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ബറാഅത്ത് രാവോ ബറാഅത്ത് നോമ്പോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും മഹാനായ ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്ന എല്ലാ തിന്മകളെക്കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലോ സ്വഹാബത്ത് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്ത് ബിദ്അത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപം വാങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും കേട്ടവരെന്ന നിലയിൽ നമുക്ക് വലിയൊരു ബാധ്യതയുണ്ട്. എത്ര ആളുകളോടാണോ ഈ ഒരു സന്ദേശം എത്തിക്കാൻ കഴിയുന്നത് അത്രയും ആളുകളോട് ആ സന്ദേശം എത്തിച്ചുകൊണ്ട് ബിദ്അത്തിനെതിരെയുള്ള ഭാവി ദിനങ്ങളുടെ പോരാട്ടങ്ങളിൽ എല്ലാവരും കണ്ണിയാവുക. അള്ളാഹു ഓരോരുത്തരോടാണ് ചോദിക്കുന്നത്. നീ അറിഞ്ഞ സത്യം എങ്ങനെ എത്തിച്ചു കൊടുത്തു എന്ന് അള്ളാഹു ഓരോരുത്തരോടാണ് ചോദിക്കുന്നത്. അവിടെ ഒരു സമൂഹം ഉണ്ടായിരുന്നല്ലോ, അപ്പം നീ അതിന്ന് കഴിച്ചിലായി എന്ന് പറഞ്ഞുകൊണ്ടല്ല. എല്ലാവർക്കും വ്യക്തിപരമായ ബാധ്യത കൊണ്ട് അത് എത്തിച്ചു കൊടുക്കുകയും സത്യം മനസ്സിലാക്കിയതിന് ശേഷവും ഇത്തരത്തിലുള്ള ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ ഉറച്ചു നിന്നാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താകും? റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കും, താക്കീതുകാർ വന്നില്ലയോ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ, ചിന്തിക്കുന്നവന് ചിന്തിക്കാനുള്ളൊരു സമയം ഞാൻ നൽകിയില്ലേ? വജാഅകുമുൻ നദീർ, നിങ്ങളുടെ അടുക്കൽ താക്കീതുകാർ വന്നില്ലയോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ ആയുസ് കിട്ടിയില്ലെന്നും താക്കീതുകാർ വന്നില്ലെന്നും പറയാൻ പറ്റൂല. ഇത്തരത്തിലുള്ള ഖുത്ബകൾ, നമ്മൾ കേൾക്കുന്ന പ്രഭാഷണങ്ങൾ, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, ഇതൊക്കെ താക്കീതുകളാണ്. അത് കണ്ടറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യദീന് സ്വീകരിച്ചുകൊണ്ട് പ്രമാണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന് സത്യസന്ധമായി മനസ്സിലാക്കാനുള്ള തൗഫീക്ക് അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയുമായി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, വീഴ്ചകൾ, മോശത്തരങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അല്ലാഹുവേ, നീ ഗഫൂറാണ്, നീ ഗഫാറാണ്. നിന്റെ പാപമോചനത്തിൽ ഞങ്ങൾക്കൊരു നിരാശയുമില്ല റബ്ബേ. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു തരണേ. അല്ലാഹുവേ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ജീവിക്കുവാനും ആ റമദാൻ മാസത്തിൽ ഒരുപാട് അടിമകൾക്ക് നീ പുറത്തു കൊടുക്കുമ്പോൾ ആ ലിസ്റ്റിൽ ഞങ്ങളുടെ പേര് കൂടി നീ ഉൾപ്പെടുത്തണമേ റഹ്മാനായ റബ്ബേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, മരണപ്പെട്ടു പോയവരുണ്ട്. എല്ലാവർക്കും മരണപ്പെട്ടു പോയവർക്ക് നീ മൗഫറത്ത് നൽകണമേ അല്ലാഹുവേ. രോഗികളായിട്ടുള്ള ആളുകൾക്ക് നീ ശിഫ നൽകണമേ അല്ലാഹുവേ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുൻ ഖരീബുൻ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله على محمد.